നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികൾ ആകാംക്ഷയിലാണ്. 100 സീറ്റുമായി അധികാരത്തിലെത്തുമെന്നാണ് UDF നേതാക്കളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലം എന്തായാലും തുടർഭരണം ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കൾ പുലർന്ന് ഉച്ചയോടടുക്കുമ്പോഴേക്കും കേരളം ഏത് മുന്നണിക്കൊപ്പമെന്ന് വ്യക്തമാകും. പെട്ടിയിലായി വോട്ടിനെക്കുറിച്ച് കൂട്ടലും കിഴിക്കലും നടത്തി ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന മുന്നണി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സർവേ ഫലങ്ങളിലെ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റ് നേടി ഭരണം തുടരുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. 4-ാം തീയതി അറിയാൻ പോവുകയാണ്. ഇത്തവണ അധികാരം പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDFന്റെ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലങ്ങളോട് ഇരട്ടിച്ചിട്ടുണ്ട്. സർവേ ഫലങ്ങൾ പരമാവധി 90 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നതെങ്കിൽ അതുക്കും മേലെയാണ് പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ UDFന് മികച്ച വിജയം കേരളത്തിലുണ്ടാകും. 80 മുതൽ 90, ചിലപ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയും UDFന് അനുകൂലമായ തരംഗം ഉണ്ടാകുമെങ്കിൽ 100 സീറ്റ് വരെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു കണക്കൂട്ടലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ വോട്ടെണ്ണൽ നടക്കുമ്പോൾ 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് UDF. സർവേയിൽ 14 സീറ്റ് വരെ ലഭിച്ചേക്കാവുന്ന പ്രവചനം NDAയ്ക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.